ഇന്ന് നമുക്ക് പഴുത്ത മാങ്ങ കൊണ്ട് ഒരു സ്മൂത്തി തയ്യാറാക്കാം. ഇത് വീട്ടിൽ തന്നെയുള്ള മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. അതുകൊണ്ട് ഇത് അരിഞ്ഞ് കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നീട് വേണ്ടത് തണുത്ത പാല്. ഫ്രീസറിൽ വെച്ച് കട്ടയായിട്ടുള്ള പാലാണെങ്കിലും നല്ലതാണ്, പക്ഷെ ഞാൻ നന്നായിട്ട് തണുപ്പിച്ച പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കുറച്ചുകൂടെ തണുപ്പ് വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി അതും കൂടെ ഈ മാങ്ങയുടെ ചേർത്ത് അടിച്ചാൽ മതി. പിന്നീട് പഞ്ചസാരയാണ് വേണ്ടത്, പക്ഷെ ഞാൻ ഇന്ന് പഞ്ചസാര ചേർക്കുന്നില്ല. കാരണം ഈ മാങ്ങയ്ക്ക് നല്ല മധുരമാണ്. ഈ മാങ്ങയുടെ മധുരം തന്നെ ധാരാളമാണ്. പിന്നെ നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മധുരമായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഏലക്ക മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിൽ ഒരു ബ്ലെൻഡറിലോട്ടിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ സ്മൂത്തിയാണ്. അത് നമുക്ക് തയ്യാറാക്കാം. നമുക്ക് കുരു കളഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നീട് മാങ്ങ കഷ്ണം, നല്ല മധുരമുണ്ട്, നല്ല കളറുള്ള മാങ്ങയാണ്. അതായത് കണ്ട ഇനി നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് വേണമെങ്കിൽ 3-4 പറങ്ങാണ്ടി, ബദാം ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4-5 പറങ്ങാണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് കുറച്ച് പാലൊഴിച്ച് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നീട് വീണ്ടും പാല് ചേർത്ത് നമുക്ക് ലൂസാക്കി എടുക്കാം. നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് വീണ്ടും പാല് ചേർത്ത് ലൂസാക്കി എടുക്കാം. ഒന്നിച്ച് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ ചിലപ്പോൾ അരിഞ്ഞു കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പാലൊഴിച്ച് അരച്ചെടുത്തത്. എന്നിട്ട് വീണ്ടും ഇത് ലൂസാക്കി എടുക്കാം. മധുരം ഞാൻ ചേർക്കാത്തത് നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ടാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാരയോ തേനോ ചേർക്കാം. പഞ്ചസാര ഇഷ്ടമല്ലാത്തവർക്ക് തേൻ ചേർക്കാം. അങ്ങനെ നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. ഇനി ഇതൊന്ന് ലൂസാക്കിക്കൊണ്ട് വരട്ടെ. നമ്മുടെ മാംഗോ സ്മൂത്തി തയ്യാറായി. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സ്മൂത്തി തയ്യാറായി. ഈ മാങ്ങയുടെ സീസണിൽ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഈ മാംഗോ സ്മൂത്തി. വിലയ്ക്ക് വാങ്ങിച്ചാണെങ്കിൽ പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ മാങ്ങയുടെ സീസണിൽ. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് കമന്റ് ബോക്സിൽ എഴുതണം.